2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള ഭരിക്കുന്നത് ഒരു BJP മുഖ്യമന്ത്രി ആയിരിക്കും. പറയുന്നത് ഞാനല്ല, PC ജോർജ് ആണ്. സത്യത്തിൽ ഇത് കേട്ട് സുരേന്ദ്രൻ വരെ ഞെട്ടിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ PC പറയുമ്പോൾ അതിലെന്തെങ്കിലും കാണും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യത്തിൽ ഇത് BJP പ്രവർത്തകരായ അണികൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് PC ജോർജിൻ്റെതായ രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിന് BJP-ക്കാരൂടെ പരിശ്രമിക്കണ്ടേ? ഇത് കേട്ട് അർദ്ധരാത്രി സുരേന്ദ്രൻ ഞെട്ടി എഴുന്നേറ്റു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PC ജോർജ് മാറിയിട്ടില്ല. PC ജോർജ് വളരെ കൃത്യമായ കാര്യമാണ് പറയുന്നത്. കാരണം കേരളത്തിലെ BJP പരിശ്രമിക്കുകയാണെങ്കിൽ BJPക്ക് 1-2 സീറ്റൊന്നുമല്ല, ഒരു 5-10 സീറ്റ് കേരളത്തിൽ നേടിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലുണ്ട്. കേരളത്തിൽ പക്ഷേ എന്താണ്, ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും അവിടെ ഏതൊക്കെ സമവാക്യങ്ങളാണ് രൂപപ്പെടുത്തേണ്ടതെന്നും എങ്ങനെയൊക്കെ ആയിരിക്കണം അവിടുത്തെ പ്രവർത്തനങ്ങളെന്നുമൊക്കെ BJP കൃത്യമായി പഠിച്ച് ചെയ്യേണ്ടതുണ്ട്. BJPക്ക് ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ? ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പല നേതാക്കന്മാരും ഓരോ മണ്ഡലങ്ങളിൽ പോയി പ്രവർത്തിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ശോഭാ സുരേന്ദ്രൻ എടുക്കാം. അവർ ആലപ്പുഴയിൽ പോയി പ്രവർത്തിക്കും. ആലപ്പുഴയിൽ പോയി പ്രവർത്തിച്ച് അവിടെ ഇതുവരെ ഇല്ലാത്തൊരു വോട്ട് ഷെയർ പെട്ടെന്ന് കൂട്ടും. ഓക്കെ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് അവർ നേരെ എടുത്തിട്ട് എവിടത്തേക്ക് തട്ടും? കൊല്ലത്തേക്ക് തട്ടും, അല്ലെ കാസർഗോഡേക്ക് തട്ടും. കാസർഗോഡ് അവർ പോയി പ്രവർത്തിച്ച് അവിടെ ഒരു നല്ല വോട്ട് ഷെയർ ഉണ്ടാക്കും. നേരെ എടുത്ത് ആറ്റിങ്ങലേക്ക് തട്ടും. ആറ്റിങ്ങൽ അവർ പോകുമ്പോൾ നല്ല വോട്ട് ഷെയർ ഉണ്ടായി വന്ന് നേരെ എടുത്ത് പാലക്കാടേക്ക് തട്ടും. ഇതാണ് BJPയുടെ ഒരു പ്രശ്നം. BJPക്ക് ഒരു കൃത്യമായ വിഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അധികം ആളുകളെ ഇങ്ങനെ മറ്റുള്ള ആളുകളൊക്കെ പ്രവർത്തിച്ച് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റു പാർട്ടികൾ ചെയ്യുന്നത് പോലെ ഓരോ ആളുകളെ എടുത്തങ്ങ് നിർത്തും. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഇവിടെ മറ്റു കോൺഗ്രസിനും CPM-നും ഒക്കെ ഒരു ബേസിക് അടിത്തറ അല്ലെങ്കിൽ ഒരു കൃത്യമായ വോട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. BJPക്ക് വോട്ടില്ല എന്നുള്ളതല്ല. പക്ഷേ BJP ഇവിടെ വിജയിക്കണമെങ്കിൽ ഈ പറയുന്ന ഒരു എന്താണ് മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകൾ ഒരുമിച്ച് നിന്ന് വോട്ട് BJPക്കെതിരെ കുത്തുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ തടയേണ്ടതുണ്ട്. അത് തടയണമെങ്കിൽ ഓരോ മണ്ഡലത്തിലും അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ, ഇപ്പം 140 മണ്ഡലങ്ങളാണെങ്കിൽ 140 മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഒരാളെ ഒരു നല്ല നേതാവിനെ, ഒരു നല്ല പ്രവർത്തകനെ BJPക്ക് നിശ്ചയിക്കാൻ കഴിയാത്തതാണോ? അല്ലല്ലോ. അത് പ്രത്യക്ഷത്തിലൊന്നും പറയണ്ട. പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ വിട്ട് അവിടെ ആ മണ്ഡലങ്ങളിൽ അവരൊരു കൃത്യമായ ഒരു ബേസിക് പ്രവർത്തനങ്ങളൊക്കെ നടത്തി ജനങ്ങൾക്കിടയിൽ ഇടപെട്ട് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച്, സംഘടനാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ BJPക്ക് കൃത്യമായിട്ട് അവിടെ വിജയിക്കാൻ കഴിയും. ഒന്ന്, BJP പ്രവർത്തകർക്കിടയിലേക്ക് നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. ഇത്തരം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ഇതൊന്നും BJP ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തത് PC ജോർജിൻ്റെ കാര്യത്തിലേക്ക് വരാം. PC ജോർജ് വളരെ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് 2026 അല്ലെ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ BJP ഭരിക്കും എന്നൊക്കെ പറയുന്നതിനോടൊന്നും സത്യസന്ധമായി പറയണമല്ലോ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഭരണമൊന്നും ഉണ്ടാവില്ല. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതോടുകൂടി ഉള്ള സീറ്റും പോയി. അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഈ ന്യൂനപക്ഷങ്ങൾ ഒട്ടാകെ നിന്ന് ഇവിടെ നേമത്ത് പിന്നെ ശിവൻകുട്ടി ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ അതുകൊണ്ട് 32 സീറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നതിനോടൊക്കെ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു 10 സീറ്റ് അല്ലെങ്കിൽ ഒരു 12 സീറ്റൊക്കെ നേടാനുള്ള എല്ലാ സാഹചര്യവും കൂടെ ഉണ്ട്. അത് തന്നെയാണ് PC ജോർജിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ PC ഒന്ന് പറഞ്ഞാൽ അത് അല്പം കുട്ടിയൊക്കെ പറയും PC ആണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കും ശൈലിയും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്. പിന്നെ എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ളൊരു വ്യക്തി കൂടിയാണ് PC. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. പക്ഷേ അദ്ദേഹം SFIയുടെ അന്വേഷണത്തെ പറ്റി പറയുന്നുണ്ട്. വീണ വിജയൻ ജയിലിലാകുമെന്നുള്ള കാര്യത്തിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ PC സംസാരിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ നടക്കുക? PCയുടെ ആഗ്രഹങ്ങൾ മാത്രമാണിത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നയം ഇവിടുത്തെ BJP സർക്കാരും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലെ പിണറായി വിജയനും തമ്മിൽ ഉള്ളിടത്തോളം കാലം ഇവർ ജയിലിൽ പോകില്ല. ഇല്ലെങ്കിൽ മുമ്പേക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇവർ ജയിലിൽ പോകേണ്ട അവസ്ഥയായെന്നേ. എന്നിട്ട് എന്തേ ഇവർ പോകാത്തത്? എന്താ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്? ഇവിടുത്തെ BJP നേതാക്കന്മാർക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ്. BJPയുടെ ആളുകളോട് ഇത് ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ പിന്നെ DRI പിന്നെ
അന്വേഷണം ഉണ്ടായിരുന്നു, കസ്റ്റംസ് അന്വേഷണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ CBI അന്വേഷിച്ചു, സ്വർണ്ണക്കടത്ത്, പിന്നെ ഖുറാനിൽ പറയുന്ന ഈ ഈന്തപ്പനയിൽ വെച്ച് മറ്റേത് കടത്തി, പിന്നെ കോടികൾ വെളുപ്പിച്ചു, വിദേശത്ത് ഇങ്ങനെ നിക്ഷേപമുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളും തെളിവുകളുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വന്നു. SFIയുടെ അന്വേഷണം ഇത്രയും കാലം നീളുക, തുടർന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എപ്പോഴാണെന്നറിയോ നിർത്തുക? എപ്പോഴാണെന്നറിയോ? മോദി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർത്തും. ഇതാണ് സംഭവം, യാഥാർത്ഥ്യ സംഭവം. ഇതൊക്കെ മനുഷ്യന്മാരെ വിഡ്ഢികളാക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് BJPക്ക് ഒരു സമർത്ഥരായിട്ടുള്ള ഒരു പറ്റം പ്രവർത്തകരുണ്ട്, ചില യൂത്ത് നേതാക്കന്മാരുണ്ട്. BJP സുരേന്ദ്രനോ അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരോ അല്ല എന്നറിയുന്ന കുറേ, ഈ സുരേന്ദ്രനെ മാത്രമല്ല കുറേ അധികം നേതാക്കളോ അല്ല എന്ന് പറയുന്ന, അതൊന്നും അല്ല BJP, ഇവരൊക്കെ പോയാലും പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുന്ന കുറേയധികം പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏക ആശ്വാസം. ശരിയാണ് പാർത്ഥൻ പറഞ്ഞത്. BJP അധികാരത്തിൽ വരണമെന്ന് PC ജോർജിനെ പോലെ കുറേ അണികളും ആഗ്രഹിക്കുന്നുണ്ട്. അതിനി എത്ര കാലം കഴിയുമ്പോൾ അധികാരത്തിൽ വരുമോ എന്നുള്ളത്, ഈ പറയുന്നത് പോലെ 5-10 സീറ്റ് BJPക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. BJP നാഞ്ഞ് പരിശ്രമിച്ചാൽ, അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം ഇല്ലാതെ പോയാൽ, BJP ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കൃത്യമായ മണ്ഡലങ്ങളിൽ നിർത്തിയാൽ തീർച്ചയായിട്ടും BJPക്ക് പിന്നെ ഭരിക്കാൻ കഴിയുന്നതിനപ്പുറം നിയമസഭയിലേക്ക് കാലെടുത്ത് കുത്താനെങ്കിലും കഴിയുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം വ്യക്തികളെ, അത് പാർട്ടി നോക്കാതെ വ്യക്തികളെ സ്വീകരിക്കുന്ന ഒരു ജനത കൂടി നമുക്കുണ്ട് എന്നുള്ളത് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് അത്തരമൊരു, ഇപ്പോൾ BJPയെ തകർക്കണമെന്ന് ഇലക്ഷൻ സമയമാകുമ്പോൾ കുറേ ഇടതുപക്ഷ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചാൽ പോലും, ഇപ്പോൾ സുരേഷ് ഗോപിയുടെയൊക്കെ പിന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ എത്രമാത്രമാണ് ഒരു സ്ത്രീയുടെ, ഒരു വനിതാ മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ തൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കയർത്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് വണങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം വാർത്തകൾ. സുരേഷ് ഗോപി തോൽക്കണമെന്ന് പറഞ്ഞു കൊടുത്ത ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ജയിച്ചു നിൽക്കുന്നത്. അപ്പോൾ BJPയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട് എന്ന് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം. പക്ഷേ പാർത്ഥൻ പറഞ്ഞതുപോലെ ഇവിടെ കുറേ യുവ നേതാക്കളുണ്ട്. തീർച്ചയായിട്ടും യുവ നേതാക്കൾ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ അവർ ഒരിക്കലും പിന്താങ്ങുന്നവരായിരിക്കില്ല. പക്ഷേ തലപ്പത്തിരിക്കുന്നവർ പറയുന്നത് പോലെ വാലാട്ടിൽ നിന്ന് അനുസരിക്കേണ്ടി വരുന്നവ ആ ചെറുപ്പക്കാരായി നേതാക്കളുടെ ഗതികേട് ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ പോലൊരാളെ എന്തിനു പുറത്താക്കി എന്നൊരു ചോദ്യം. സന്ദീപ് വാര്യർ നാളെ നിയമസഭയിൽ ഒരു MLA ആയി ചെന്നിരുന്നാൽ BJP ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം കഴിവുറ്റ നേതൃപാഠവുമുള്ള ഒരു നേതാവിനെയാണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കളികൾ കളിച്ചത് എന്നുള്ളതാണ്. ഒരു സന്ദീപ് വാര്യർ പോയാൽ പാർട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒരു സന്ദീപ് വാര്യർ പോയാൽ ചാനൽ ചർച്ചകളിലിരുന്ന് പലരും ബബ്ബ അടിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. BJP എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരു സന്ദീപ് വാര്യർ പോയതിന് ശേഷം നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും PC ജോർജിൻ്റെ ആഗ്രഹം തന്നെയാണ് ഓരോ BJPയിലെ താഴെത്തട്ടിലുള്ള അണികൾക്കും ഉള്ള ആഗ്രഹം. പക്ഷെ അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സമ്മതിക്കില്ല. CPM BJP കൂട്ടുകെട്ട് സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധന്യ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എങ്കിൽ പോലും ഇവരുടെ ധാർഷ്ട്യം കുറേയൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അതായത് സന്ദീപ് വാര്യർ പോയാൽ ഞങ്ങൾക്ക് എന്താ, ഇനി ഒരുപാട് സന്ദീപ് വാര്യർമാർ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ ഓടി നടന്ന് സംസാരിക്കാൻ ഒരു യുവരാജ് ഗോകുൽ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? സന്ദീപ് വാചസ്പതിയും ഒരു യുവരാജ് ഗോകുൽ മാത്രമേ ഉള്ളൂ. എല്ലാ ചാനലുകളിലും ഇവർക്ക് ചർച്ചയ്ക്ക് ഓടിയെത്താൻ പറ്റുമോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ തരത്തിൽ പുതിയ സന്ദീപ് വാര്യർമാരെ സൃഷ്ടിക്കാനും ശ്രമിക്കുന്നില്ല, ഉള്ളവരെ നിലനിർത്താനും ശ്രമിക്കുന്നില്ല. ഉള്ള യുവ നേതാക്കൾ തന്നെ വലിയ പ്രതിഷേധത്തിലുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോരുത്തരെ കുത്തി പുറത്ത് ചാടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വൃത്തികെട്ട നയം ഇവർ മാറ്റി എന്ന് മുന്നോട്ട് പോകുന്നു അന്ന് BJPക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാകും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ അറിയുക തന്നെയാണ്, കേന്ദ്ര നേതൃത്വം ഇതൊക്കെ കാണുന്നുണ്ട്. കേന്ദ്രം ഇതിൽ കൃത്യമായി ഇടപെടുകയും ഇവിടുത്തെ ഒരു രാഷ്ട്രീയത്തിൽ BJP രാഷ്ട്രീയത്തിൽ ഒരു ശുദ്ധീകരണം ഉടനെ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് പ്രവർത്തകരുടെ ആവശ്യമാണ്. അത് കേന്ദ്രം കാണും. ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോകും. എന്തായാലും ഒരു 10 സീറ്റ് പിടിക്കാനുള്ള എല്ലാ അനുകൂലമായ സാഹചര്യവുമുണ്ട്. അത് പിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.